അതിത്തിരി കടന്ന കൈയല്ലേ? ഒരു കടന്ന കൈയുമില്ല. അമ്മ അംബികയെന്നും എന്നെ ദീപക്കെന്നും വിളിച്ചാ മതി. എടാ, നിന്നെ പിന്നെ നിന്റെ അമ്മായിയമ്മ ദീപക് സാറേന്ന് വിളിക്കണോ? പിന്നെ ഇവിടുത്തെ രീതികളും എന്റെ രീതികളും ഇങ്ങനെയൊക്കെയാണ്. വാതിലടയ്ക്കണോ ദീപേട്ടാ? ഏയ്, ഒന്നും വേണ്ട. പിന്നെ തന്റെ കൈയൊന്നും കൂടി തന്നെ. ഹാ, ഇങ്ങോട്ട് തരാൻ. ആ, കൺഗ്രാറ്റുലേഷൻസ്. ആ ഋതികയ്ക്ക് ചുട്ട മറുപടി കൊടുത്തേന്. അസൂയ കൊണ്ട് ആ പെണ്ണിനെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്തിനാ ദീപേട്ടാ ഋതികയ്ക്ക് അസൂയ? ഞാൻ നന്ദനെ കല്യാണം കഴിക്കുന്നതിൽ. അവള് പുറകെ നടന്നിട്ട് കിട്ടാത്ത മുന്തിരിയല്ലേ ഈ ഞാൻ. അല്ല ദീപേട്ടാ, ഈ മുന്തിരി കഴിക്കരുത്. അതില് നിറയെ കീടനാശിനിയാണെന്നാ ചിലര് പറയുന്നേ. ഓ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ എന്റെ പൊന്ന് നന്ദനെ. ദീപേട്ടൻ എന്നെ നന്ദു നന്ദൂന്നാ വിളിച്ചോണ്ടിരുന്നേ. സോറി നന്ദു, ഞാൻ ഇനി മുതൽ നന്ദൂന്നേ വിളിക്കും. ആ, ഞാൻ ഇപ്പൊ വന്നതേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ ദീപേട്ടാ? ഞാൻ ഇപ്പൊ വന്നത് എന്റെ ഹൃദയം നന്ദുവിന്റെ മുമ്പില് മലർക്ക തുറക്കാനാ. അയ്യോ, അതിന് കാർഡിയോളജിസ്റ്റ് ഒക്കെ വന്ന് സർജറി ഒക്കെ നടത്തണ്ടേ ദീപേട്ടാ? അല്ല, നീ എന്നിട്ട് ആക്കുവാണോ? ഞാൻ നാടൻ പെണ്ണാണെങ്കിലും ഇടയ്ക്ക് നല്ല ജോക്കൊക്കെ പറയും. പിന്നെ പറയുന്നത് സീരിയസ് ആയിട്ട് കേക്ക്. ഞാൻ എന്റെ ജന്മത്തില് ഇത്ര സുന്ദരിയും സുശീലയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്രയും ഞാൻ സ്നേഹിച്ച ഒരു പെൺകുട്ടിയും ഉണ്ടായിട്ടുമില്ല. സത്യം പറഞ്ഞാ ഞാൻ കാണിക്കാത്ത ഒരലമ്പുകളും ഇല്ല, ഞാൻ ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളും ഇല്ല. ഞാൻ പല പെൺകുട്ടികളും ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്, ലവ് ചെയ്ത് ചീറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ മനസ്സിൽ ശുദ്ധമായൊരു പ്രണയം അതാരോടും തോന്നിയിട്ടില്ല. ഒരു പെണ്ണിനെയും ഞാൻ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ നന്ദുവിനെ കണ്ട നിമിഷം മുതൽ ഞാൻ പ്രണയത്തിൽ മുങ്ങുക. എൻ്റെ ഉള്ളിലും ജീവിതത്തിലും മരണം വരെ ഇനി ഒരേ ഒരു പെണ്ണേ ഉണ്ടാവൂ. അത് എൻ്റെ നന്ദുവായിരിക്കും. നീ എന്തിനാ ഋതു ഇങ്ങനെ ബി പി കൂട്ടുന്നത്? അംബിക കല്യാണ ഒരുക്കങ്ങളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക. അമ്പലത്തിലും വിളിച്ചു പറഞ്ഞു. ഇതെങ്ങനെ മുടക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ അവരുടെ കാര്യമല്ലേ ഋതു. അത് നടക്കോ നടക്കാതിരിക്കോ ചെയ്യട്ടെ. അതിന് നമുക്ക് എന്ത് വേണം? ആനന്ദം പിള്ള നമ്മുടെ ശത്രുവാ, സമ്മതിച്ചു. പക്ഷെ അയാളുടെ മകൾ എന്ത് ചെയ്തു? അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചതല്ലേ അവന്റെ ശരിക്കുള്ള സ്വഭാവത്തെ പറ്റി. എന്നിട്ടും ആ കുട്ടിക്ക് ബോധ്യമായില്ലെന്ന് വെച്ചാ വിളക്കിന്റെ മുമ്പിൽ വന്ന് വീഴുന്ന ഈയാൻ പാറ്റായിട്ട് അങ്ങ് കരുതിയാ മതി. ഒരു പെണ്ണിന്റെ ജീവിതമല്ലേ രാജു. ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് കരഞ്ഞു നിലവിളിച്ച് ആ ദിവ്യ പോകുന്നത് നമ്മളും കണ്ടതല്ലേ. ഋതു പറഞ്ഞാ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഋതു പറയുന്നത് അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ആ കുട്ടിയെ തിരിച്ചറിയണ്ടേ? അമ്മയും മകനും കൂടി ആ പെണ്ണിനെയും അവളുടെ അമ്മയും പറഞ്ഞ് മയക്ക് വശത്താക്കി വെച്ചിരിക്കുക. നമ്മൾ രണ്ടുപേരും അവരുടെ ശത്രുക്കളാണെന്നും അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞാലും ആ പെണ്ണ് കേൾക്കില്ല, അവളുടെ അമ്മയും കേൾക്കില്ല. അങ്ങനെ അവര് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണ്ട. ഈ കല്യാണം എങ്ങനെ മുടക്കാന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാനൊരു പെണ്ണല്ലേ,
മറ്റൊരു പെണ്ണ് ചെന്ന് ചതിക്കുഴിയിൽ വീഴുന്നത് കണ്ടു നിൽക്കുന്നത് വലിയ തെറ്റല്ലേ രാജു? ഇരയും വേട്ടക്കാരനും ഒരുമിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പൊന്നു ഋതു, ഈ വിഷയം അങ്ങ് വിട്ടുകള. ഇല്ല, ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ ഹൃദയക്കാണല്ലോ ഇത്ര നിർബന്ധം നിങ്ങളുടെ കല്യാണം നടത്തരുതെന്ന്. അമ്മ അതിലൊന്നും ഇടപെടണ്ട, വിഷമിക്കാൻ വേണ്ട. ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്റെ കല്യാണം നടക്കും. അല്ല, ഇങ്ങനെ അന്യരെ പോലെ മാറി നിക്കല്ലേ. നമ്മളൊക്കെ ഇപ്പൊ ഒരേ വീട്ടുകാരാ, അന്യരൊന്നും അല്ല. മോളിരിക്കെ, ഇങ്ങനെ ബഹുമാനമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നീ എന്റെ മരുമകളായി കഴിഞ്ഞു. ഞാൻ ചെയ്ത സൽപ്രവൃത്തികളുടെ പുണ്യ ഇങ്ങനൊരു തങ്കപ്പെട്ട മരുമകളെ ദൈവം എനിക്ക് തന്നത്. ഞങ്ങളുടെയും പുണ്യ അമ്മേ ഇങ്ങനൊരു കുടുംബത്തിലേക്ക് വന്നു കയറാൻ സാധിച്ചത്. ശിവകാമി എന്നെ അമ്മയെന്നൊന്നും വിളിക്കണ്ട, അംബിക എന്ന് വിളിച്ചാ മതി. അയ്യോ, അതിത്തിരി കടന്ന കൈയല്ലേ. ഒരു കടന്ന കൈയുമില്ല. അമ്മ അംബികയെന്നും എന്നെ ദീപക്കെന്നും വിളിച്ചാ മതി. എടാ, നിന്നെ പിന്നെ നിന്റെ അമ്മായിയമ്മ ദീപക് സാറേന്ന് വിളിക്കണോ? പിന്നെ പെണ്ണിന്റെ അച്ഛൻ ആനന്ദംപിള്ള ജയിലില്ല. നിങ്ങളുടെ മറ്റു ബന്ധുക്കൾ അങ്ങ് പാലക്കാടും. ഈ സാഹചര്യം കണക്കിലെടുത്ത് നമുക്ക് കല്യാണത്തിന് ഒരാർഭാടവും കാണിക്കണ്ട. അയ്യോ വേണ്ട, ഒരു കാരണവശാലും വേണ്ട. അമ്പലത്തിന്റെ തിരുനടയിൽ വെച്ച് ചെറുക്കനും പെണ്ണും പരസ്പരം തുളസിമാല ചാർത്തുന്നു. അതിനുശേഷം വരൻ വധുവിന്റെ കഴുത്തിലേക്ക് താലി ചാർത്തുന്നു. അത്രയും മതി, അതിന്റെ കാര്യമുള്ളൂ. താലി ചാർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും പെട്ടെന്ന് പൊട്ടിക്കാനുള്ളതല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും പറയണം. കാരണം നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഉണ്ടാവാൻ പാടില്ല. ഞാൻ എൻ്റെ എല്ലാ പാസ്റ്റ് ഹിസ്റ്ററികളും ഞാൻ നന്ദനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇത് അങ്ങനത്തെ രഹസ്യങ്ങളൊന്നുമല്ല, നന്ദനയുടെ സ്വത്തുക്കളെ പറ്റിയാ.